ആദ്യം ഫൈസലാണ് നമുക്കൊപ്പം ചേരുന്നത് ബഹ്റൈനിൽ നിന്ന്. ഫൈസൽ, വലിയ രീതിയിലുള്ള സ്ട്രൈക്ക് ഇന്നും ഗൾഫിലെ ഓരോ മേഖലകളും ലക്ഷ്യമിട്ടുണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ബഹ്റൈനിൽ ഇന്ന് ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടം ആക്രമിക്കപ്പെട്ടതിന്റെ വിവരമുണ്ട്. ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ സിറ്റിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാട്ടർ ശുദ്ധീകരണശാലയിലേക്കും ആക്രമണമുണ്ടായി എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് ബഹ്റൈനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ആദ്യം എല്ലാവർക്കും നമസ്കാരം. ബഹ്റൈനിലോ അല്ലെങ്കിൽ ഗൾഫ് മൊത്തത്തിലോ യുദ്ധത്തിന്റെ ഒരു അരക്ഷിതാവസ്ഥ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. യുദ്ധഭീതിയുണ്ട്, എല്ലാവരും നല്ല യുദ്ധഭീതിയുണ്ട്. മാധ്യമങ്ങൾ വരുന്നത് പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെയോ വലിയൊരു അരക്ഷിതാവസ്ഥ ഈ ഭൂമികയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതിന് പ്രത്യേക കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കരുതൽ തന്നെയാണ്. മഹാമാരിയായിരുന്ന കോവിഡ് വന്നപ്പോൾ പോലും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും വാതിലുകൾ അടച്ചപ്പോൾ അകത്തും പുറത്തും വാതിലുകൾ തുറന്നിട്ട ഒരു രാജ്യമാണ് ഞാൻ അടക്കം വസിക്കുന്ന ബഹ്റൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ ഇവിടുത്തെ പൗരന്മാരെയും വിദേശത്ത് നിന്ന് ഇവിടെ ജോലിക്കെത്തിയ നമ്മളെപ്പോലുള്ള ആളുകളെയും എല്ലാവരെയും ഒരേ പരിഗണനയിലാണ് അവർ കരുതുന്നതും സംരക്ഷിക്കുന്നതും. ശത്രുക്കളുടെ താവളം ഇവിടെ ഉണ്ട് എന്ന ലക്ഷ്യം വെച്ചാണ് ഇവിടെ ഇറാൻ മിക്ക ആക്രമണങ്ങളും നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോകുന്നത് അങ്ങനെ സംഭവിക്കുകയല്ലാതെ അത് തന്നെ ആക്രമണങ്ങൾ മുഴുവനും ബഹ്റൈൻ ഭരണകൂടം വളരെ സമർത്ഥമായി പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് തന്നെ ബഹ്റൈൻ കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഗൾഫ് മൊത്തം ഉണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. ആദ്യത്തെ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ 1-2 മണിക്കൂറുകളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്ന വലിയ തരത്തിലുള്ള കിംവദന്തികളും മറ്റു പ്രചരണങ്ങളും, വാസ്തവവും അവാസ്തവവുമായ പ്രചരണങ്ങൾ, അതിനൊക്കെ കടിഞ്ഞാടിനാൽ പല പ്രാവശ്യം ഇവിടെ അനൗൺസ് ചെയ്യുകയും സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയിക്കുകയും ചെയ്ത ശേഷമാണ് അവർ ഈ കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് രാജ്യത്തിന്റെയും നമ്മുടെയും സുരക്ഷയ്ക്ക് തന്നെയാണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മാധ്യമങ്ങളിൽ വരുന്ന നല്ല സാഹചര്യം അല്ലെങ്കിൽ അത്രമാത്രം ടെൻഷൻ നിങ്ങളെ സംബന്ധിച്ചില്ല എന്നറിയുമ്പോൾ സത്യത്തിൽ ആശ്വാസമാണ്. കാരണം അവിടെ മലയാളികളുടെ വലിയൊരു സമൂഹമുണ്ട്. അവരെക്കുറിച്ചുള്ള ആശങ്ക നാട്ടിൽ അത്രമാത്രമുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഗവൺമെൻറ് ഓഫീസ് ആക്രമിക്കപ്പെടുന്നു, അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു, വാട്ടർ ഡിസാലിനേഷൻ സെൻറ്റർ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇവിടെയും മാധ്യമങ്ങൾ ചെയ്യുന്നത്. ശ്രീ ഫൈസൽ, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സ്വതന്ത്ര സഞ്ചാരം അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഷെൽട്ടറുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടോ ബഹ്റൈനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഒരിക്കലുമില്ല. ഷെൽട്ടറുകൾ എന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഞ്ചാരത്തിനും ഒരു സ്വാതന്ത്ര്യമില്ല. അനാവശ്യമായി പൊതുയിടങ്ങളിലോ അല്ലെങ്കിൽ റോഡുകളിലോ മറ്റു സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടരുത് എന്നൊക്കെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നല്ലാതെ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും ഒരിക്കലും ഹനിക്കപ്പെട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ റംസാൻ കാലമായതുകൊണ്ട് രാത്രി കാലങ്ങളിലെ നീളമുള്ള പ്രാർത്ഥനകൾ അത് പകുതി സമയമാക്കി കുറച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സഹകരിക്കുന്നു, ഇവിടുത്തെ പൗരന്മാരും നമ്മളും എല്ലാവരും. കാരണം നമുക്ക് അന്നം തരുന്ന ഒരുപക്ഷെ ഇന്ത്യയുടെ നെടുന്തൂണി അല്ലെങ്കിൽ ഇന്ത്യയുടെ നട്ടല് എന്ന് പറയാവുന്ന സാമ്പത്തിക സ്രോതസ് ഗൾഫുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് അനുസരിച്ച് ജീവിക്കുന്നു. ഇവിടെ നമുക്ക് നല്ല കരുതലുകളാണ്, നല്ല സംരക്ഷണമാണ്. പിന്നെ യുദ്ധമാണ്. ശ്രീ എം സ്വരാജ് പറഞ്ഞതുപോലെ യുദ്ധം എന്നത് സ്വന്തം മുറ്റത്ത് ബോംബ് വീഴുന്നത് വരെ കാഴ്ചക്കാരന് ഒരു പൂരക്കാഴ്ചയായിരിക്കും എന്ന ഒരു വാസ്തവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ഒരു എല്ലാ സമസ്ത മേഖലകളെയും, ഇതിപ്പോ 9ാം ദിവസം മാത്രമാണ് ആവുന്നത്, അപ്പോൾ തന്നെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന തരത്തിൽ, ഏതൊരു ലോകത്തിന്റെ ഏത് കോണിലുള്ള ഒരാളെയും ബാധിക്കുന്ന തരത്തിൽ ഈ യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുന്ന യുദ്ധം എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റുന്നതല്ല പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. നമുക്കൊപ്പം നിർമ്മൽ എബ്രഹാം കൂടി ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം,
ഇന്നലത്തെ ദിവസം വളരെ നിർണായകം എന്നതായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ്. സമ്പൂർണമായിട്ടുള്ള കീഴടങ്ങൽ അതല്ലാതെ ഒന്നും പരിഗണിക്കില്ല എന്ന് ആവർത്തിച്ചുള്ള ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഇറാനിൽ എണ്ണ ശുദ്ധീകരണശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3 എണ്ണ ശുദ്ധീകരണശാലകൾ കത്തിയെരിഞ്ഞ് എണ്ണമഴ പെയ്യുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരാഘാതമാണോ ഇന്നലത്തെ രാത്രി ഇറാന് നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ആണ്. മാത്രമല്ല ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അത്രയും വലിയൊരു ആക്രമണം നടത്തുമെന്നുള്ളത്. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം കുറെ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ യുദ്ധം പോലെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പോകുമെന്ന് തോന്നുന്നില്ല. കുറച്ച് നാളത്തേക്കെങ്കിലും ഇത് നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നത് ട്രംപിന്റെ ഒരു പക്ഷേയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ഒരു ഇതേപോലെ ഇപ്പം പണ്ട് ലിബിയയിൽ ചെയ്ത പോലെയും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചെയ്ത പോലെയും അവിടെ തോൽപ്പിക്കാനായില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് മൊത്തം അവിടെ ഇറാഖിലൊക്കെ കണ്ടതുപോലെ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു പാതി വിജയമാണ്. ഇപ്പൊ ഈ അറ്റാക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫ്രണ്ടുകളിലാണ്. എക്കണോമിക് ബേസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇറാന്റെ വലിയൊരു റവന്യൂ സ്രോതസ്സാണ് എണ്ണ എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ അറ്റാക്ക് ചെയ്യുന്നു, മിസൈൽ ലോഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഗോളിലോട്ട് ട്രംപിന് എത്തുക വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ജിയോഗ്രഫിയാണ്. അത്ര എളുപ്പത്തിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല. ഒരു ഭാഗത്ത് മുഴുവൻ വലിയ മലകളാണ്, മറുഭാഗത്ത് ഒരു മരുഭൂമിയാണ്. അപ്പൊ ഈ വഴിയൊക്കെ കയറി ചെന്ന് അവിടെ കമ്മ്യൂണിക്കേഷൻ പോലും വർക്ക് ചെയ്യാത്ത ചില മേഖലകളുണ്ട്. അപ്പൊ അതൊന്നും അത്ര എളുപ്പത്തിൽ പോസിബിൾ അല്ല. ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ റെജീം ചേഞ്ച് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ശ്രമം തുടരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യുദ്ധം തുടരും എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ട്രംപ് മുമ്പ് കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്നൊരു ട്വീറ്റിലൂടെ പറയുകയാണ് ഈ യുദ്ധം അവസാനിച്ചു, നിങ്ങൾ കരുതുന്ന പോലല്ല, ഞങ്ങൾ ഇന്റേണലി എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ഒരു വിജയമാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പിന്മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റെപ്യൂട്ടേഷനെയും ബാധിക്കും. ഒടുവിൽ റെജീം ചേഞ്ച് നടക്കാൻ പോകുന്നത് ഇറാനിലായിരിക്കുകയല്ല, അത് നടക്കാൻ പോകുന്നത് അമേരിക്കയിലും ഇസ്രായേലിലും ആയിരിക്കും. 2026 നവംബറിൽ നെതന്യാഹു വീഴും, 28 ട്രംപും വീഴും എന്നുള്ള നിലയിലേക്ക് പോകും. അതുകൊണ്ട് തൽക്കാലം ഇന്നലത്തെ വലിയ ഡാമേജ് തന്നെയാണ്. പക്ഷെ ഇറാനെ ഇപ്പൊ ഡ്രോൺസ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടൊന്നും പെട്ടെന്ന് അവർ കീഴടങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഗൾഫ് മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുന്നോട്ട് പോകും തോറും അവര് ഇപ്പൊ ഇതുവരെയുള്ള അവരുടെ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ഈ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലല്ല, ജീവിതത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ല ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് എയർപോർട്ടുകൾ അറ്റാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഡീസാലിനൈസേഷൻ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്തു. നമ്മളത് നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ഇപ്പൊ ഖത്തർ പോലുള്ള സ്ഥലം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. അപ്പൊ ഖത്തറിലൊക്കെ എന്ന് പറഞ്ഞാൽ 95% വെള്ളവും ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ വരുന്നതാണ്. അപ്പൊ ആ ഡീസാലിനേഷൻ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു വാട്ടർ സോഴ്സ് പെട്ടെന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒക്കെ കിട്ടുന്നതിന്റെ 40% മഴയാണ് ബഹ്റിനിലും ഖത്തറിലും ഒക്കെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ പുഴകളില്ല, അരുവികളില്ല, ഫ്രഷ് വാട്ടർ ലേക്കുകളൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഗ്രൗണ്ട് വാട്ടർ ഒന്നും സോഴ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മാത്രമല്ല ഈ ഡീസാലിനേഷൻ പ്ലാന്റുകൾ പലതും ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ, GCC രാജ്യങ്ങളിലൊക്കെ തന്നെ പവർ പ്ലാന്റുകളുമായിട്ട് ഇന്റർട്വൈൻഡ് ആണ്. അതായത് ഒരേ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് ഓടുന്നത്. അപ്പൊ അതിനെ ബാധിക്കുമ്പം അത് കറണ്ടിനെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം. അങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ആളുകളെ കൊന്നു വീഴ്ത്തുക എന്നുള്ളതല്ല ഇറാന്റെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം നിത്യജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഡീസാലിനേഷൻ പ്ലാന്റ് പോലെ അല്ലെ ഇലക്ട്രിസിറ്റിക്കൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ ആളുകൾ അസ്വസ്ഥരാകും. അല്ലാതെ തൽക്കാലം ജീവന ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.